ടീത്ത് സ്റ്റെയിൻസ് അഥവാ പല്ലിലെ കറകൾ. ഇതിൻ്റെ റീസൺസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ? ഹായ്, ഐ എം ഡോക്ടർ സജ്ന, നിങ്ങളുടെ ഡെൻ്റൽ സ്പെഷ്യലിസ്റ്റ്. വളരെ കോമൺ ആയിട്ട് നമുക്ക് അറിയാവുന്നതുമായിട്ടുള്ള റീസൺസ് ആണ് ടീ, കോഫി, സ്മോക്കിംഗ്, റെഡ് വൈൻ, കോള എന്നിവയുടെ ഉപയോഗം കൊണ്ട് പല്ലുകളിൽ കറ വരാനുള്ള സാധ്യതയുണ്ട്. ഇതല്ലാതെ അൺകോമൺ ആയിട്ടുള്ള കുറച്ച് റീസൺസ് ഉണ്ട്. ഒന്ന്, ഫ്രീക്വൻറ്റ് സ്വിമ്മിങ്. ഫ്രീക്വൻ്റ് ആയിട്ട് സ്വിം ചെയ്യുന്നവരിൽ ക്ലോറിൻ വാട്ടറിൻ്റെ ഒരു കോണ്ടാക്റ്റ് കൊണ്ട് സ്വിമ്മേഴ്സ് കാൽക്കുലസ് എന്നൊരവസ്ഥ വരാറുണ്ട്. രണ്ട്, ബ്ലൂബെറീസ്, സ്ട്രോബെറീസ് എന്നീ പഴങ്ങൾ ഒരുപാട് കഴിക്കുന്ന ആൾക്കാരിൽ ആ ഫ്രൂട്ടിൽ അടങ്ങിയിരിക്കുന്ന ആന്തോസയാനിൻ എന്ന് പറഞ്ഞ പിഗ്മെന്റ്സ് നമ്മുടെ പല്ലുകളിൽ സ്റ്റെയിൻസ് ഉണ്ടാക്കാൻ റീസൺ ആകും. മൂന്ന്, അയൺ സപ്ലിമെന്റ്സ്, അയൺ ടാബ്ലറ്റ്സോ അയൺ സിറപ്പോ കഴിക്കുന്നവരിൽ പല്ലിൽ സ്റ്റെയിൻസ് ഉണ്ടാകാൻ കാരണമാകും. നാല്, ക്രോമോജനിക് ബാക്ടീരിയ. നമ്മുടെ വായ്ക്കകത്തുള്ള ഒരു പിഗ്മെന്റ് പ്രൊഡ്യൂസിങ് ബാക്ടീരിയ ആണ് ക്രോമോജനിക് ബാക്ടീരിയ. ഇതിൻ്റെ തോത് കൂടുന്നതനുസരിച്ച് ചില ആൾക്കാരിൽ വളരെ നേർത്ത കറുത്ത ലൈൻ പോലെ പല്ലിൽ കാണപ്പെടാറുണ്ട്. നമ്മൾ എത്ര തന്നെ ബ്രഷ് ചെയ്താലും ഈ സ്റ്റെയിൻസ് ഒന്നും മാറണമെന്നില്ല. പക്ഷേ ഈ സ്റ്റെയിൻസ് എല്ലാം എക്സ്ട്രിൻസിക് സ്റ്റെയിൻസ് ആണ്. അതായത് നമ്മളൊരു ഡെന്റിസ്റ്റിനെ കണ്ട് റെഗുലർലി ഒരു ഓറൽ പ്രൊഫൈലാക്സിസ് ചെയ്തു കഴിഞ്ഞാൽ ഈ സ്റ്റെയിൻസ് എല്ലാം നമുക്ക് നീക്കം ചെയ്യാൻ പറ്റും. താങ്ക് യു.